ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷഫീഖ്. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ മുഖത്തൊക്കെ നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്യാറില്ലേ, അതുപോലെ നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒന്ന് രണ്ട് സ്ക്രബിനെ കുറിച്ചാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഇന്നത്തെ സെലക്റ്റഡ് കമൻറ്റ് ഒന്ന് കാണാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്നെഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കണും വരുന്നതായിരിക്കും. ജസ്റ്റ് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മുടെ ശരീരത്തിലെ മൃതകോശങ്ങൾ അകറ്റി ചർമ്മത്തിന് ആരോഗ്യവും തിളക്കവും നൽകുവാനാണ് സ്ക്രബ്ബറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. മുഖത്ത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലും സ്ക്രബ്ബറുകൾ ഉപയോഗിക്കാറുണ്ട്. സാധാരണ ബ്യൂട്ടി പാർലറുകളിൽ ബോഡി സ്ക്രബ് ചെയ്യുവാനായിട്ട് അത്യാവശ്യം കുറേയേറെ പണം ചിലവാവാറുമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നമുക്ക് വീട്ടിൽ നമുക്ക് വളരെ പണച്ചെലവില്ലാതെ, അതായത് ബ്യൂട്ടി പാർലറിൽ കൊടുക്കുന്ന പണം അല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന സ്ക്രബ്ബറുകളുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ബോഡി സ്ക്രബ്ബറുകൾ തയ്യാറാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ നല്ലൊരു ബോഡി സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരെണ്ണം ഞാൻ പറയാം. ഉപ്പ് നല്ലൊരു ബോഡി സ്ക്രബ്ബറാണ്. 1 സ്പൂൺ കടലുപ്പ്, 1/2 സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ്, 1 കപ്പ് വൈറ്റമിൻ ഇ ഓയിൽ, പിന്നെ നമുക്ക് ഒരു 1/2 സ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് വേണം. ഇത്രയുമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. ഈ കൂട്ടുകളെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കണം. ചൂടുവെള്ളത്തിൽ നമ്മൾ ശരീരം കഴുകിയ ശേഷം ഈ മിശ്രിതം ദേഹത്ത് പുരട്ടി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. ഇതൊരു മികച്ച സ്ക്രബ്ബറാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഓട്സും ഉപയോഗിക്കാം. ഓട്സ് കഴിക്കാൻ മാത്രമല്ല, സ്ക്രബ്ബറായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. ഇതിനു വേണ്ടി നമുക്ക് 1 സ്പൂൺ ബ്രൗൺ ഷുഗർ വേണം, പിന്നെ ഒരു 1/2 കപ്പ് ഓട്സ് വേണം, 1 സ്പൂൺ തേൻ വേണം, പിന്നെ 1 കപ്പ് പാല്, 2 തുള്ളി ഒലീവ് ഓയിൽ എന്നിവയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് 1 നുള്ള് കുങ്കുമപ്പൂവും കൂടി ഇതിൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇവയെല്ലാം കൂടി നന്നായിട്ട് കൂട്ടിച്ചേർത്താൽ നല്ലൊരു ബോഡി സ്ക്രബ്ബർ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് നല്ലൊരു സ്ക്രബ്ബറാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് നാരങ്ങയും ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. നാരങ്ങയ്ക്ക് സൗന്ദര്യ സംരക്ഷണത്തിൽ പ്രധാന പങ്കുള്ളതാണ്, നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് 1 സ്പൂൺ ശർക്കര പൊടിച്ചതെടുക്കുക. എന്നിട്ട് നമുക്കൊരു 3 സ്പൂൺ നാരങ്ങയുടെ നീരും 1 സ്പൂൺ റോക്ക് സാൾട്ടും 1/2 കപ്പ് ജോജോബ ഓയിലും ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു സ്ക്രബ്ബർ തയ്യാറാക്കാം. ഇത് ദേഹത്ത് പുരട്ടി നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് തേച്ച് കൊടുക്കുക. ഇതൊരു നല്ല സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ശർക്കരയും ഉപ്പും പൂർണ്ണമായും അലിയുന്നത് വരെ സ്ക്രബ് ചെയ്താലേ ഇതിൻ്റെ ശരിക്കുള്ള ഒരു ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു സ്ക്രബ്ബറാണ്. ഇതിനു വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് 1 സ്പൂൺ ലാവൻഡർ ഓയിൽ, 1 സ്പൂൺ കസ്റ്റാർ ഷുഗർ, 1 സ്പൂൺ കടലുപ്പ്, പിന്നെ ഒരു 1/2 കപ്പ് ഒലീവ് ഓയിൽ, ഇവയെല്ലാം കൂടി ചേർത്ത് ഇളക്കുക. എന്നിട്ട് നല്ല ഒരു മണമുള്ള ഒരു ബോഡി സ്ക്രബ്ബറാണ് കേട്ടോ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. പിന്നെ നമുക്ക് ഇത് നമ്മുടെ ദേഹത്ത് പുരട്ടി നമുക്ക് സ്ക്രബ് ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ബോഡി സ്ക്രബ്ബറുകൾ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിനാകെ ഒരു ഉന്മേഷവും അതുപോലെ നല്ലൊരു സൗന്ദര്യവും ഒക്കെ ലഭിക്കാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഈ ബോഡി സ്ക്രബ്ബറിനെ കുറിച്ചുള്ള, അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ള, വീട്ടിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ബോഡി സ്ക്രബ്ബറുകളെ കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.
അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതൊരു റിക്വസ്റ്റാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്കൊരു ബെല്ലിൻ്റെ ഐക്കണും കാണാൻ സാധിക്കും. ജസ്റ്റ് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.